ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ദീൻ ഉണ്ടാക്കാൻ വന്ന ആളല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ദീനിൽ മാറ്റം വരുത്താൻ ലോകത്താർക്കും സാധ്യമല്ല. ദീനിൽ എന്തെങ്കിലും നിയമങ്ങൾ മാറ്റാൻ, എന്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് മാറ്റാൻ, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ ഒരിക്കലും അത് സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ റസൂലിന് സാധ്യമല്ല. എല്ലാവരും അവരുടെ ഇഷ്ടമനുസരിച്ച് ദീനൊക്കെ മാറ്റുന്ന പറഞ്ഞ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് പൗരോഹിത്യം വരുന്നത്. അല്ലെ, പൗരോഹിത്യം വരുന്നത് അവിടെയാണ്. പുരോഹിതന്മാർ അവരുടെ മതത്തെ അവരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റപ്പെടാനാണ് പൗരോഹിത്യം വരുന്നത്. ദീനിൽ പൗരോഹിത്യമില്ല. ദീനിൽ പുരോഹിതൻ എന്ന വിഭാഗമില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് പുരോഹിതൻ ഒരിക്കലും പണ്ഡിതന്മാരെ കുറിച്ച് പറയാൻ പാടില്ല. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യമുള്ളവർക്കാണ് പറയുന്നത് പുരോഹിതന്മാർ എന്ന് പറയുന്നത്. ദീനിൽ മാറ്റം വരുത്തുന്നവർ, പുതിയ നിയമവും പഴയ നിയമവും കൊണ്ടുവരുന്നവർ, പരിശുദ്ധമായ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. അന്ന് എങ്ങനെയാണോ ദീൻ അത് ഇന്നും ഇങ്ങനെയാണ്. 6-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണോ ദീൻ 21-ാം നൂറ്റാണ്ടിലും ദീൻ അങ്ങനെ തന്നെയാണ്. എത്ര വലിയ വിവര സാങ്കേതിക വിദ്യയിൽ, ശാസ്ത്രത്തിൽ മനുഷ്യൻ കുതിച്ചു ചാടിയാലും അന്നും ഇന്നും പരിശുദ്ധമായ ദീൻ അത് പത്തരമാറ്റ് തന്നെയാണ്. എല്ലാ കാലത്തിനും എല്ലാ സമയത്തിനും എന്തിനും യോജിച്ചതാണ് അല്ലാഹുവിന്റെ ദീൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനെ നിർമ്മിച്ചത് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ, നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി, ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താനോ അതിൽ തിരുത്താനോ അത് അങ്ങനെയാണെന്ന് പറയാനോ അത് ഇങ്ങനെയാണെന്ന് പറയാനോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്താനോ ലോകത്ത് ആർക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ പോലും പരിശുദ്ധ ഖുർആൻ അല്ലാഹു സമ്മതിച്ചിട്ടില്ല. ഖുർആൻ സൂറത്തുൽ ഹഖയിൽ അല്ലാഹു തആല പറയുന്നത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹുൽ യമീൻ ثم لقطعنا منه الوتين تنزيل من رب العالمين സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിച്ചതാണ് ഈ ദീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിച്ചതാണ് ഈ ദീൻ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ വലൗ തഖവ്വല നബിയെ താങ്കൾ ചില വാക്കുകൾ മാറ്റാമെന്ന് വിചാരിച്ചാൽ, ചില വാക്കുകൾ പറഞ്ഞാൽ അലീനാണെതിരായിട്ട്, ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും ബഅദൽ ചില വാക്കുകൾ അങ്ങോട്ട് മാറ്റാൻ തിരുത്താമെന്നൊക്കെ വിചാരിച്ചാൽ നബിയെ അങ്ങേ ഞാൻ ഒരു പിടുത്തം പിടിക്കും. നബിയെ ഞാൻ പറഞ്ഞത് തിരുത്തി ചില വാക്കുകൾ അങ്ങേക്കെതിരെ കേറ്റാമെന്ന് വിചാരിച്ചാൽ ഞാനൊരു പിടുത്തം പിടിക്കും നബിയെ. അവന്റെ കർണജലം നബിയെ അങ്ങനെ മാറ്റുന്നവന്റെ കർണജലം ഞാൻ മുറിച്ചു കളയും നബിയെ. അവന്റെ കർണജലം ഞാൻ മുറിച്ചു കളയും നബിയെ. ഒരാളിനും എന്റെ ശിക്ഷയെ തടുക്കാൻ പറ്റില്ല നബിയെ. എന്റെ ദീനിൽ ആരെങ്കിലും മാറ്റം തിരുത്തികൾ വരുത്തിയാൽ അത് ശരിയല്ല, ഇത് മാറ്റണം, ഇത് പഴയതാണ്, ഇനി പുതിയതാക്കണമെന്ന് ആരെങ്കിലും വിചാരിച്ചെന്റെ ദീനിൽ എന്നെ കളിക്കാമെന്ന് വിചാരിച്ചാൽ എന്റെ ശിക്ഷ അങ്ങോട്ട് വന്നാൽ അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല നബിയെ. ഇത് മുത്തഖീങ്ങൾക്കുള്ള ഉപദേശമാണ്. അതുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കണം നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും ഈ വിഷയത്തെക്കുറിച്ച് കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.